ഹായ് ഹലോ റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വ്യവഹാരവാദത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ? അതിൽ എല്ലാം നമ്മൾ കഴിഞ്ഞു, എല്ലാ സിദ്ധാന്തത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പൗരാണിക അനുബന്ധ സിദ്ധാന്തം, സംപരാജയ സിദ്ധാന്തം, പ്രവർത്തനാനുബന്ധ സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തെക്കുറിച്ചാണ് കേട്ടോ. വൈജ്ഞാനിക പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വക്താക്കളാണ് പിയാഷെ, ബ്രൂണർ, അസുബലിൻ. ഓക്കെ, ഇവരുടെ ഓരോരുത്തരുടെയും പഠന സങ്കല്പങ്ങൾ നമ്മൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് പഠിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീൻ പിയാഷെയുടെ ആണ് കേട്ടോ. അതിനു മുൻപ് എന്താണ് വൈജ്ഞാനിക സിദ്ധാന്തം എന്നൊക്കെ നമുക്ക് നോക്കാം. മനുഷ്യൻ്റെ ഭൗതിക പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകുന്ന ചിന്താധാരയാണ് വൈജ്ഞാനിക സിദ്ധാന്തം കേട്ടോ. ഓക്കെ, ബ്രെയിനാണ് ഇവിടെ കൂടുതലായിട്ടും പ്രാധാന്യം നൽകുന്നത് കേട്ടോ. വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചതിൽ പ്രധാനികളാണ് പിയാഷെ, ബ്രൂണർ, അസുബലിൻ. ആരൊക്കെയാണ്? പിയാഷെ, ബ്രൂണർ, അസുബലിൻ. ഇവർ മൂന്നുപേരുമാണ് വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചതിൽ പ്രധാനികൾ. ഇനി നമുക്ക് പിയാഷെയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. പിയാഷെയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഏതൊക്കെയാണ്? തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്നും തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്നും പിയാഷെയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തെ മറ്റു പേരുകളാണ് കേട്ടോ. പഠനത്തിലെ വൈജ്ഞാനിക വികസന സമീപനത്തിൻ്റെ ശക്തനായ വക്താവാണ് പിയാഷെ. പിയാഷെ ആരാണ്? പഠനത്തിലെ വൈജ്ഞാനിക വികസന സമീപനത്തിൻ്റെ ശക്തനായ വക്താവാണ് കേട്ടോ ഇദ്ദേഹം. ജീൻ പിയാഷെ എന്നാണ് മുഴുവൻ പേര്. സ്വിസ് ബയോളജിസ്റ്റാണ്, ഫിലോസഫറാണ്, സൈക്കോളജിസ്റ്റാണ്. പിയാഷെ തൻ്റെ സിദ്ധാന്തത്തെ പൊതുവെ വിശേഷിപ്പിച്ചത് ജെനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. ജെനറ്റിക് എപ്പിസ്റ്റമോളജി ആരുടെ സിദ്ധാന്തമാണെന്ന് ചോദിച്ചാൽ പിയാഷെയുടെയാണ് കേട്ടോ. പിയാഷെ തൻ്റെ സിദ്ധാന്തത്തെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജെനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. പിയാഷെ അഭിപ്രായപ്പെടുന്ന ചിന്താ പ്രക്രിയയുടെ വികാസത്തിൻ്റെ 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശാരീരികമായ പക്വതയാർജിക്കൽ, പ്രവർത്തനങ്ങൾ, സാമൂഹിക അനുഭവങ്ങൾ, സന്തുലീകരണം. ഏതൊക്കെയാണ് 4 ഘട്ടങ്ങൾ? ശാരീരികമായ പക്വതയാർജിക്കൽ, പ്രവർത്തനങ്ങൾ, സാമൂഹിക അനുഭവങ്ങൾ, സന്തുലീകരണം. ഓക്കെ, ഈ 4 ഘട്ടങ്ങളും പിയാഷെ അഭിപ്രായപ്പെടുന്ന ചിന്താ പ്രക്രിയയുടെ വികാസത്തിൻ്റെ 4 ഘട്ടങ്ങളാണ് കേട്ടോ. ദെൻ വിജ്ഞാന മണ്ഡലത്തിൽ നടക്കുന്ന 2 അടിസ്ഥാന പ്രക്രിയകളെ പിയാഷെ വിളിക്കുന്നത് സംയോജനമെന്നും അനുരൂപീകരണം എന്നുമാണ്. ഓക്കെ, എന്താണ്? വിജ്ഞാന മണ്ഡലത്തിൽ നടക്കുന്ന 2 അടിസ്ഥാന പ്രക്രിയകളെ പിയാഷെ വിളിക്കുന്നത് സംയോജനമെന്നും അനുരൂപീകരണം എന്നാണ്. ഈ സംയോജനം എന്താണെന്നും അനുരൂപീകരണം എന്താണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പഠിക്കും. അതിനു മുൻപ് പിയാഷെയുടെ പ്രധാനപ്പെട്ട ബുക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ്, ദ മോറൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്, മോഡേൺ എഡ്യൂക്കേഷൻ, ദ ചൈൽഡ് കൺസെപ്ഷൻ ഓഫ് ദ വേൾഡ്, The Child is Construction of Reality. ഓക്കെ, ദ ചൈൽഡ് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് പിയാഷെയുടെ 3 മക്കളെ നിരീക്ഷിച്ചെഴുതിയതാണ് കേട്ടോ. അപ്പോൾ പിയാഷെയുടെ 3 മക്കളെ നിരീക്ഷിച്ചെഴുതിയ ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ദ ചൈൽഡ് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി. ഇതാണ് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ് ബുക്സ് എന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിയാഷെയുടെ തിയറി 3ആയി തരംതിരിക്കുന്നുണ്ട്. വൈജ്ഞാനിക ഘടന, വൈജ്ഞാനിക പ്രവർത്തനം, വൈജ്ഞാനിക വികസനം. ഏതൊക്കെയാണ്? വൈജ്ഞാനിക ഘടന, വൈജ്ഞാനിക പ്രവർത്തനം, വൈജ്ഞാനിക വികസനം. ഓക്കെ, ഈ വൈജ്ഞാനിക വികസനം എന്ന് പറയുന്ന 3ാമത്തെ ഇല്ലേ, ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. വൈജ്ഞാനിക ഘടനയെക്കുറിച്ചും വൈജ്ഞാനിക പ്രവർത്തനത്തെക്കുറിച്ചുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈജ്ഞാനിക ഘടന എന്താണെന്നാണ്. ഓക്കെ, വൈജ്ഞാനിക ഘടനയിൽ ഉൾപ്പെടുന്നതാണ് സ്കീമ. കേട്ടിട്ടുണ്ടാവും അല്ലേ? സ്കീമ. ഈ വൈജ്ഞാനിക ഘടനയിൽ ഉൾപ്പെടുന്നതാണ് സ്കീമ. അപ്പം എന്താണ് സ്കീമ? വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകമാണ് സ്കീമ എന്ന് പറയുന്നത്. സ്കീമ എന്താണ്? വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകമാണ്. അതായത് കറന്റ് നോളേജ് ആണ് സ്കീമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിവിൻ്റെ കൂട്ടം എന്നും സ്കീമയെ പറയപ്പെടുന്നുണ്ട്. അറിവിൻ്റെ നിർമ്മാണ ബ്ലോക്കുകൾ എന്നും സ്കീമയെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അറിവിൻ്റെ കൂട്ടം എന്നും അറിവിൻ്റെ നിർമ്മാണ ബ്ലോക്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ സ്കീമയാണ് കേട്ടോ. അപ്പോൾ സ്കീമ എന്ന് പറയുന്നത് ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി. കറന്റ് നോളേജ് ആണ് ഈ സ്കീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈജ്ഞാനിക ഘടനയിൽ സ്കീമ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. അടുത്തത് വൈജ്ഞാനിക പ്രവർത്തനം.
അല്ലേ? പിയാഷെയുടെ തിയറി 3ആയി തരംതിരിക്കുന്നുണ്ട്: വൈജ്ഞാനിക ഘടന, വൈജ്ഞാനിക പ്രവർത്തനം, വൈജ്ഞാനിക വികസനം. ഈ വൈജ്ഞാനിക ഘടനയിലാണ് സ്കീമ ഉൾപ്പെടുന്നത്. അടുത്തത് വൈജ്ഞാനിക പ്രവർത്തനം. ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഈ സ്വാംശീകരണം, സംസ്ഥാപനം, സംയോജനം, സന്തുലനം. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ വൈജ്ഞാനിക പ്രവർത്തനത്തിലാണ് ഇതൊക്കെ ഉൾപ്പെടുന്നത് കേട്ടോ. ഇത് നമുക്ക് ഓരോന്നോരോന്ന് എന്താണെന്ന് നോക്കാം. ഓക്കെ, വൈജ്ഞാനിക പ്രവർത്തനം. സ്വാംശീകരണം അതിൽ ഉൾപ്പെടുന്നതാണ് സ്വാംശീകരണം. എന്താണ് സ്വാംശീകരണം? ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് സ്വാംശീകരണം കൊണ്ട് പിയാഷെ ഉദ്ദേശിക്കുന്നത്, എന്താണ് സംസ്ഥാപനം കൊണ്ട് പിയാഷെ ഉദ്ദേശിക്കുന്നത് എന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായിട്ട് പഠിച്ചു വരാം. ഓക്കെ, സ്വാംശീകരണം വൈജ്ഞാനിക ഘടനയിലുള്ള പരിചിത സ്കീമുകളായി ബന്ധപ്പെടുത്തുക വഴി അപരിചിതമായ സ്കീമുകൾ പരിചിതമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. ചുരുക്കി പറയുകയാണെങ്കിൽ അറിയുന്ന കാര്യത്തെ അറിയാത്ത കാര്യവുമായി ബന്ധപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് അധിനിവേശം, അതായത് സംസ്ഥാപനം അല്ലെങ്കിൽ സന്നിവേശം എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് തന്നെയാണ്. അധിനിവേശം എന്ന് പറയും, സംസ്ഥാപനം എന്ന് പറയും, സന്നിവേശം എന്നൊക്കെ പറയും. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ സ്വാംശീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ അപരിചിതമായ സ്കീമുകൾ വൈജ്ഞാനിക ഘടനയിൽ പ്രവേശിക്കാൻ സന്നദ്ധമാകുന്നു. ഇതിനെയാണ് പറയുന്നത് അധിനിവേശം അല്ലെങ്കിൽ സംസ്ഥാപനം എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് എന്ത് സംസ്ഥാപനം എന്ന് പറയുന്നത്. സംസ്ഥാപനം എന്താണ്? പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് സംസ്ഥാപനം. ഓക്കെ, ഇങ്ങനെ ഓർത്താലും മതി. അടുത്തത് സംയോജനം. എന്താണ് സംയോജനം? സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു ജ്ഞാതൃഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് എന്ത് സംയോജനം എന്ന് പറയുന്നത്. അതായത് കുട്ടികളെല്ലാം വേർതിരിച്ചറിയാനായിട്ട് കഴിയുന്നൊരു ഘട്ടം എത്തുന്നതാണ് എന്ത് സംയോജനം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു ജ്ഞാതൃഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് സംയോജനം. അതായത് വേർതിരിച്ചറിയാനായിട്ട് കഴിയുന്നു. ഓക്കെ, അടുത്തത് സന്തുലനം. അപരിചിതമായ സ്കീമുകൾ സ്വാംശീകരിക്കുകയും അധിനിവേശിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സന്തുലിതാവസ്ഥ എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് കാര്യങ്ങൾ പഠിച്ച ശേഷം സന്തുലനം രൂപപ്പെടുന്നു. ഒരു ഡൗട്ടും ഇല്ലാത്തൊരവസ്ഥ എത്താണ് സന്തുലനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അനുരൂപീകരണം. എന്താണ് അനുരൂപീകരണം? ജീവികൾ ചുറ്റുപാടുമായി ശാരീരികമായി പൊരുത്തപ്പെടുന്നതിന് സമാനമായി മാനസികമായും പൊരുത്തപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ആരാണ് സൂചിപ്പിക്കുന്നത്? പിയാഷെ. ഓക്കെ, ഈ പ്രക്രിയയാണ് അനുരൂപീകരണം എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, ജീവികൾ ശാരീരികമായിട്ട് എന്തായാലും പൊരുത്തപ്പെടുന്നുണ്ട് അല്ലേ, ചുറ്റുപാടുമായിട്ട്. എന്നാൽ മാനസികമായിട്ടും പൊരുത്തപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഈ ഒരു പ്രക്രിയയാണ് അനുരൂപീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ചുറ്റുപാടുമായിട്ട് ജീവികൾ പൊരുത്തപ്പെടുന്നുണ്ട് എന്നാണ് പിയാഷെ പറയുന്നത് കേട്ടോ. ഇനി എങ്ങനെയാണ് അനുരൂപീകരണം നടക്കണമെന്ന് നമുക്കറിയണം അല്ലേ. നമ്മൾ പഠിച്ചു സ്വാംശീകരണവും സംസ്ഥാപനവും അല്ലേ. ഈ സ്വാംശീകരണവും സംസ്ഥാപനവും വഴിയാണ് അനുരൂപീകരണം നടക്കുന്നത്. അപ്പോൾ എന്താണ് സംസ്ഥാപനം? പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് സംസ്ഥാപനം. ഓക്കെ, ഇനി സ്വാംശീകരണം എന്ന് പറഞ്ഞാൽ വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമുകൾ കൂട്ടിച്ചേർത്തോ നിലവിലുള്ള സ്കീമയിൽ പരിവർത്തനം നടത്തിയോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് സ്വാംശീകരണം. രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. പിന്നെ ഒരു കാര്യം കൂടി ഓർത്തു വെച്ചോളൂ, സംസ്ഥാപനം, അധിനിവേശം, സന്നിവേശം ഇത് മൂന്നും ഒന്ന് തന്നെയാണ് കേട്ടോ. സംസ്ഥാപനത്തിൻ്റെ മറ്റൊരു പേരാണ് അധിനിവേശം എന്നും സന്നിവേശം എന്നും കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. ഇനി ദെൻ സ്വാംശീകരണം നമ്മൾ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമുകൾ കൂട്ടിച്ചേർത്തോ നിലവിലുള്ള സ്കീമുകൾക്ക് പരിവർത്തനം നടത്തിയോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതാണ് സ്വാംശീകരണം കേട്ടോ. ഇനി കുട്ടികളുടെ ഭാഷണത്തെ പിയാഷെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കുട്ടികളുടെ ഭാഷണത്തെ പിയാഷെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. അഹം കേന്ദ്രീകൃതം എന്നും സാമൂഹീകൃതം എന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. അഹം കേന്ദ്രീകൃതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തനിയെ സംസാരിക്കുന്നത്, കുട്ടി തനിയെ സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ് അഹം കേന്ദ്രീകൃതം. ഓക്കെ, ഇനി സാമൂഹീകൃതം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം നല്ല രീതിയിൽ ഇടപഴകി സംസാരിക്കുന്നതാണ് സാമൂഹീകൃതം കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഭാഷണത്തെ പിയാഷെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്: അഹംകേന്ദ്രീകൃതം എന്നും സാമൂഹീകൃതം എന്നും. അഹംകേന്ദ്രീകൃതം പറഞ്ഞാൽ കുട്ടി തനിയെ സ്വയം സംസാരിക്കുന്നതാണ് അല്ലേ, തനിയെ സംസാരിക്കുന്നതാണ് അഹംകേന്ദ്രീകൃതം. സാമൂഹീകൃതം പറഞ്ഞാൽ മറ്റുള്ളവരോട്, ഇപ്പോൾ കൂട്ടുകാരോടോ അച്ഛനോടോ അമ്മയോടോ ഒക്കെ നല്ല രീതിയിൽ ഇടപഴകി സംസാരിക്കുന്നതാണ് സാമൂഹീകൃതം. ഓക്കെ,
അടുത്തത്, പിയാഷെ കുട്ടികളെ ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. പിയാഷെ കുട്ടികളെ എങ്ങനെയാണ് വിളിക്കുന്നത്? ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. കുട്ടികളുടെ മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് ജീൻ പിയാഷെ. കുട്ടികളുടെ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ജീൻ പിയാഷെയാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് PYQ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എന്താണ് സംസ്ഥാപനം കൊണ്ട് മീൻ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് സംസ്ഥാപനം. എന്താണ് സംസ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് സംസ്ഥാപനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, സ്വന്തമായി പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, സ്വന്തമായി പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞനാണ് ജീൻ പിയാഷെ കേട്ടോ. ജീൻ പിയാഷെയാണ് ഇങ്ങനെ പറഞ്ഞ് കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല എന്ന് പറഞ്ഞതാരാണ്? ജീൻ പിയാഷെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏത് ആശയവുമായി ബന്ധപ്പെടുന്ന പ്രക്രിയകളാണ്? നമ്മൾ സ്വാംശീകരണം പഠിക്കുമ്പോഴും സംസ്ഥാപനത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിൽ രണ്ടിലും കോമൺ ആയിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അതേതാണെന്ന് അറിയാമോ? സ്കീമ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏത് ആശയവുമായി ബന്ധപ്പെടുന്ന പ്രക്രിയകളാണെന്ന് ചോദിച്ചാൽ അത് സ്കീമയാണ് കേട്ടോ. സ്കീമയുമായി ബന്ധപ്പെടുന്ന പ്രക്രിയകളാണ് ഈ സ്വാംശീകരണവും സംസ്ഥാപനവും. നാലാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തിനെ വ്യാഖ്യാനിക്കുന്നതിന് പിയാഷെ ഉപയോഗിക്കുന്ന പദമാണ് ഏത്? സംസ്ഥാപനമാണോ സ്വാംശീകരണമാണോ? സ്വാംശീകരണമാണ് അല്ലേ. സ്വാംശീകരണം എന്ന് പറയുന്നത് എന്താണ്? കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തിനെ വ്യാഖ്യാനിക്കുന്നതിന് പിയാഷെ ഉപയോഗിക്കുന്ന പദമാണ് സ്വാംശീകരണം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്വാംശീകരണത്തിന് നമ്മൾ മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമുകൾ കൂട്ടിച്ചേർത്തോ നിലവിലുള്ള സ്കീമുകൾക്ക് പരിവർത്തനം നടത്തിയോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് സ്വാംശീകരണം. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തിനെ വ്യാഖ്യാനിക്കുന്നതിന് പിയാഷെ ഉപയോഗിക്കുന്ന പദം ഏതാണ്? സ്വാംശീകരണം എന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ സ്വാംശീകരണത്തെക്കുറിച്ചുള്ള കുറേ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു അല്ലേ. അതേപോലെ തന്നെ സംസ്ഥാപനത്തെക്കുറിച്ചുള്ള 2-3 ഡെഫിനിഷനും കൂടെ നമ്മൾ പഠിച്ചു. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത്. നല്ല രീതിയിൽ മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പിയാഷെയുടെ പഠന സങ്കല്പത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രൂണറുടെ പഠന സങ്കല്പങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.